കുറേയൊക്കെ എനിക്ക് പറയാൻ പറ്റാത്ത അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങൾ. എനിക്കൊരു മോനുണ്ട്, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓ മൈ ഗോഡ് സ്ക്രിപ്റ്റഡ് ആണ്. ഈ അടിയൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ടോ? നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നോർമലി ഒരാണായാലും പെണ്ണായാലും ഇങ്ങനെ പിടിക്കത്തുള്ളൂ, ഇത് അങ്ങനെ അവർ ലോക്ക് ഇട്ടു വിടാ. ഇത് ഭയങ്കര ഒരു അത്ഭുതമായി പോയിട്ട്. കാരണം ഈ രണ്ട് കാര്യം, ഒന്ന് ഞാൻ റൈഡറാണ്, പിന്നെ അഭിനയം. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചു വന്ന സാധനമല്ല. നമ്മുടെ എന്തിനിറങ്ങിയാലും വിജയിക്കും, അത് ഞാൻ തെളിയിച്ച കാര്യമാണ്. നിങ്ങളും അത് തെളിയിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. സീരിയലിലുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി കേട്ടോ. ശരിക്കും കുറെ നാളായിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ മെസ്സേജ് ഒക്കെ അയച്ചപ്പം എനിക്ക് പേഴ്സണലി ആളുടെ ഇന്റർവ്യൂ എടുക്കണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ വലിയൊരു ആഗ്രഹം ഒരിക്കലും ഇന്റർവ്യൂ എടുക്കണം. കാരണം ഇപ്പോൾ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ ഷോ, അതിൽ ഇത്രയും പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലപോലെ ചെയ്യും. പക്ഷെ എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റാരും അല്ല, നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട വിനീത. നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഈ ഓ മൈ ഗോഡ് ഞാൻ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. നിങ്ങളുടെ ഫുൾ ടീമിനോട് പ്രത്യേകം പറയണം. രണ്ട് നിങ്ങളെല്ലാം വെച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ എടുക്കണം, ഞാൻ എടുക്കും. അപ്പൊ ഇനിയിപ്പം ഈ നിമിഷം എന്ത് തോന്നുന്നു? ഒന്ന്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അജിനോടുള്ള ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അയ്യോ, എനിക്ക് ടൈം ആയോ എന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട്. ഒരുപാട് സന്തോഷം. എനിക്കും തീർച്ചയായിട്ടും സന്തോഷം. ഇനിയിപ്പോ എനിക്ക് അറിയേണ്ടത്, ഓ മൈ ഗോഡ് സ്ക്രിപ്റ്റഡ് ആണോ? അല്ല, ഒരിക്കലും ഉറപ്പിച്ചു പറയാം, ഒരിക്കലും അല്ല. ഞങ്ങൾ അത്രയും ഇപ്പൊ ഞാൻ സീരിയലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഒരു എപ്പിസോഡ് എടുക്കാൻ നമ്മൾ ഒത്തിരിയും കഷ്ടപ്പെടുന്നു. ഒരാളിനെ കണ്ട് മറ്റെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റഡ് ആണ്. നമുക്ക് സ്ക്രിപ്റ്റ് വരുന്നുണ്ട്, അതനുസരിച്ച് നമുക്ക് അത് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ലല്ലോ. ഒരു കണ്ടന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ. ഇപ്പൊ ആരാണോ ഒരാൾ നമുക്ക് തരുമല്ലോ, ഇന്ന ആളിനെയാണ് പ്രാങ്ക് തരുവാണ്. അപ്പൊ അത് അജിനെ അറിയാം, ഇന്ന ആളിനെ പ്രാങ്ക് ചെയ്യണമെന്ന്. അപ്പൊ ഞങ്ങൾ ഫുൾ ആളിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. എന്താ ആളിന്റെ ക്യാരക്ടർ, ആള് എന്തിലാണ് വയലന്റ് ആവുന്നത്, എന്ത് പറഞ്ഞാലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല, ചിലപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ പോണമെന്നില്ല. വേറെ രീതിയിലോട്ട് അതങ്ങ് മാറുമ്പോൾ ഈ 4 പേരും ഒരുപോലെ നിന്നാൽ മാത്രമേ അതൊരു നമുക്ക് ഫുള്ള് ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒരു ആളിന്റെ കയ്യിൽ നിന്ന് അതൊരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ പോയി. ഓ മൈ ഗോഡ് കാണുന്ന സമയത്ത് മിക്കവരും പറയും ഇവർക്ക് എന്തോ കഷ്ടപ്പാടാ, ഇതൊക്കെ പോകുന്നു, ആൾക്കാരെ പറ്റിക്കുന്നു വരുന്നു. ശരിക്കും അത്രമേൽ കഷ്ടപ്പാടും അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും. എല്ലാ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും അല്ല ഡയറക്ഷൻ സൈഡ് എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെടുക. ഇപ്പോൾ ക്യാമറ സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡിങ് ആണല്ലോ, ക്യാമറ ഹൈഡിങ് ആണ്. അത് ബ്ലാക്ക് ഷീറ്റിനകത്താണ് അവർ നിൽക്കുന്നത്. 1.5 മണിക്കൂറാണ് നിൽക്കുന്നത്. ആ ടൈമിൽ ഈ ബ്ലാക്ക് ഷീറ്റ് ഇപ്പോഴത്തെ ചൂടിന്റെ കാര്യം അറിയാലോ, ഒരു ചത്താണ് തിരിച്ചിറങ്ങുന്നത്, വിയർത്ത് നാശമായിട്ടാണ് ഇറങ്ങുന്നത്. ഒന്നും സംസാരിക്കാനോ ചുമയ്ക്കാനോ സൗണ്ട് ഉണ്ടാക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പൊ ടെക്നിക്കൽ സൈഡിൽ അത്രത്തോളം അവർ റിസ്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ആങ്കർ ചെയ്യുന്ന നമ്മുടെ 4 പേരും അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ 4 പേരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഈ അടിയൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ടോ? നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് എടുത്ത് നമുക്ക് സാറ്റർഡേ സൺഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. സാറ്റർഡേ ഈവനിങ്ങിൽ എടുത്തതിൽ ഞാൻ പിന്നെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ എനിക്ക് എന്ത് പറഞ്ഞാലും അവരടിക്കുകയാണ്. മറ്റത് നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഹൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇത് അങ്ങനെയല്ല. അത് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും അത് എന്തുകൊണ്ടാണ് ആ അമ്മ അത്രത്തോളം ദേഷ്യപ്പെട്ടതെന്നുള്ളത്. ഒരു 21 വയസ്സായ മോനും ആ മോന്റെ അമ്മേനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേ. അപ്പോൾ ആ ഒരു മോനും ഞാനും തമ്മിൽ മാരേജ് ഇറക്കിക്കൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ ആ മോന്റെ അമ്മയുടെ പ്രായമാണ് എനിക്ക്. അപ്പൊ ആ അമ്മ എങ്ങനെ പ്രതികരിക്കും? നന്നായിട്ട് കിട്ടിയെന്ന്. ഫസ്റ്റ് വന്നിട്ട് എന്റെ കഴുത്തിൽ ഇങ്ങനെ അങ്ങ് കയറി പിടിച്ചു. അത് നോർമലി ഒരാണായാലും പെണ്ണായാലും ഇങ്ങനെ പിടിക്കത്തുള്ളൂ, ഇത് അങ്ങനെ അവർ ലോക്ക് ഇട്ടു വിടാ. ലോക്കിട്ട് ഞാൻ കൈയൊക്കെ തട്ടുമ്പോ ഒരു രക്ഷയില്ല, ഇതാവുന്നില്ല. പിന്നെ അതിനുശേഷം അവരിങ്ങനെ പെട്ടെന്ന് വന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഒറ്റ അടി കവിളിൽ തന്നു. എനിക്ക് തടുക്കാൻ പറ്റില്ല. അതിന് മുന്നേ കവിളിലടി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാര്യം അത്രത്തോളം ഈ കഴുത്തിലെ പെയിന് ഒക്കെ ആയിട്ടും ഞാൻ പിന്നെ ഇങ്ങനെ കുറേയൊക്കെ സംസാരിക്കുന്നെങ്കിലും
അവര് ഭയങ്കര വയലന്റ്, ഭയങ്കര ഭയങ്കര വയലന്റ് ആയിട്ട് രഞ്ജിത്തിനെ അടിച്ചു. ഓ, അപ്പൊ രഞ്ജിത്തിനെ അത് പിന്നെ സ്ഥിരം അടികൊള്ളുന്ന ആളാണ്. അപ്പൊ എനിക്ക് അടി കിട്ടി, ഞാൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുമ്പോ ഇവൻ അടി കിട്ടിയപ്പോ എനിക്ക് ചിരി വന്നു. ചിരി വന്ന് ഞാൻ ഇരിക്കുവാണ്, ഞാൻ തളർന്നു പോയി ഇരിക്കുവാണ്. ചിരി വന്നപ്പോ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് പെട്ടെന്ന് സാരി വെച്ച് ഇങ്ങനെ മറച്ചു. ഇവര് ഈ ചിരി ഉണ്ട്, ഇവരെ വിചാരം എന്താണെന്നറിയോ, ഞാൻ അവരെ കളിയാക്കി ചിരിക്കുവാന്ന്. വന്നിട്ട് ഒറ്റ ചവിട്ട് ചവിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി തടഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇരുന്ന് കൊള്ളാം, അവരടിക്കുന്നത് ഫുള്ള് കൊള്ളാം, എന്തെങ്കിലും നമ്മൾ പറഞ്ഞാലും അപ്പം അടിയാണ്. അങ്ങനെ ഞാൻ അവിടെ തന്നെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പ്രാങ്ക് ഷോ ആണെന്ന്, അപ്പോൾ അവരെ മോനെ നന്നായിട്ട് അവരടിക്കുന്നുണ്ട്. പ്രാങ്ക് ഷോ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ ഇത് പ്രാങ്ക് ഷോ ആണ് എന്ന് പറഞ്ഞതും ഇവരെ മനസ്സിൽ എന്തെന്നറിയോ, ഇവരെ മോൻ ഇങ്ങനെ ചെയ്തത്, ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള ഒരാളിനെ മാരേജ് ചെയ്തത് കൊണ്ട് ഈ ലോക്കൽ ചാനൽസൊക്കെ ക്യാമറയും കൊണ്ട് വന്ന് ഇത് കവറപ്പ് ചെയ്യണമെന്നാണ് ആള് വിചാരിക്കുന്നത്. അപ്പോൾ ആൾ ഇറങ്ങി ഓടിയപ്പോൾ പ്രൊഡ്യൂസർ സാറ് ബാക്കിന്ന് ഓടി ചെന്നിട്ട് സാറ് എന്ന് പറഞ്ഞ് അതെ ഇത് പ്രാങ്ക് ഷോ ആണ്, സാറിന് ഒറ്റ ഇടി വയറ്റിൽ. എന്നിട്ട് പിന്നെ വേറെ നമ്മുടെ ഒരു അനിച്ചേട്ടമുണ്ട് കോർഡിനേറ്റർ, ആളിനെ അടിച്ചു. ഭയങ്കര വയലൻസ് ഒക്കെ ആയിട്ട് അടിപിടിയൊക്കെ നടന്നിട്ട് ഇത് പ്രാങ്ക് ആണെന്ന് പറയുമ്പോൾ ചിലവരൊക്കെ ചിരിക്കും അല്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞ ഒക്കെ മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കാതെ വിഷയമായിട്ടുള്ള ഷോ ഉണ്ട്. ഒരാള് ഭയങ്കര പ്രശ്നമാക്കിയിട്ട് അത് എത്ര നമ്മള് ആളിനെ പറഞ്ഞത് മനസ്സിലാക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ഹസ്ബൻഡ് ഓൾറെഡി നമ്മളെ എഗ്രിമെന്റ് ചെയ്യിപ്പിക്കും കേട്ടോ. കാര്യം ഇവർ ഇങ്ങോട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ആരായാലും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് ചാനലിൽ വരുമ്പോൾ അവരെ കൊണ്ട് എഗ്രിമെന്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അപ്പൊ അവർ പറയില്ല കുഴപ്പമില്ല, അറിയുമ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതേ ഇപ്പം വിഷയമായി ഇതിനി ഇറക്കണ്ട, അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യാതെ പോയിട്ടുള്ളതുണ്ടോ? അങ്ങനെയുണ്ട്. അതെന്തായിരിക്കും കാരണം? അത് ഇപ്പോഴാണ് ഇങ്ങോട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് ഈ പ്രാങ്ക് ഷോ ചെയ്യാറുള്ളത്. അതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു ഏരിയ കാണുമ്പോൾ അല്ലെങ്കിൽ അവര് പ്രാങ്ക് ചെയ്യാൻ പറ്റും, അവരിതൊന്നും കാണുന്ന ആളല്ല, ഒന്ന് സാബു ചേട്ടനൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കറങ്ങിയിട്ടൊക്കെ വരും. അപ്പം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രാങ്ക് ചെയ്യാന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാവുന്ന ആൾക്കാർ അപ്പൊ അത് പറയുമ്പോൾ ഞങ്ങൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് പരിപാടി അല്ല. അതെ, ഇത് ഫസ്റ്റ് തൊട്ട് ആ ലാസ്റ്റ് വരെ, അത് അവര് പ്രാങ്ക് ആവുന്നവരെ നമുക്കും ടെൻഷനാണ്. നമ്മളിങ്ങനെയൊക്കെ പറയെങ്കിലൊക്കെ ചെയ്യുന്നെങ്കിലും നമുക്കും ടെൻഷനാണ്, എല്ലാവർക്കും ടെൻഷനാണ്. സക്സസ് ആവണമല്ലോ, അഭിനയിക്കുന്ന പോലെ. ഒരു കമന്റ് ഞാൻ കണ്ടത് ഈ പ്രാക്കൊക്കെ ഇവിടെ കൊണ്ട് ഞാനും അതിപ്പോ പറയാറുണ്ട്. ഞാൻ ശരിക്കും സാർ ഈ ആൾക്കാര് ഇപ്പം ആ ഒരു ടൈം നമുക്കറിയാം, കൂടെ നിൽക്കുന്നവർക്കറിയാം ഇത് പ്രാങ്ക് ഷോ ആണെന്ന് അറിയാം. ആ വ്യക്തിക്ക് അവർ നന്നായിട്ട് അത് പെയിൻ അനുഭവിക്കുന്നതാണ്. ആ സമയത്ത് അവർ പറയുന്ന വാക്കുകളൊക്കെ നമുക്കത് ഏക്കാതെ പോകുമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത്ര ഉൾക്കൊണ്ട് പറയുന്നതാ, നമുക്ക് അതിനെ തമാശ എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആരും തലകറങ്ങി വീഴോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, കാര്യം അവരെ ഹെൽത്തിനെ പറ്റി നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഉള്ളവരെ എടുക്കുക, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് പറയും. അവര് അത്രയും നമ്മൾ അവരെ പെയിൻ ആക്കിയല്ലേ. ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം വിനീത് ഇറങ്ങി ഓടുന്ന ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നു, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങൾ കൂടുന്നു, നിന്റെയൊക്കെ എന്നാ പ്രാങ്ക് ഷോ ആടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുണ്ട്. കാര്യം ഒരു വീട്ടിനുള്ളിലോ അങ്ങനെ അപ്പൊ ആ പരിസരത്തുള്ളവരടുത്ത് പറയും ഷോയാണ്, അപ്പൊ എന്തെങ്കിലും ബഹളോ പ്രശ്നമൊക്കെ ഉണ്ടായാലും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ അവരങ്ങോട്ട് ചെന്ന് ഇങ്ങനെ പറയാൻ നിന്നാലും അവരാ കേൾക്കാൻ നിൽക്കാണ്ട് പോവും. പിന്നെ ചിലത് ഒരു പ്രാവശ്യവും മറ്റോണ്ട് അത് പറഞ്ഞിട്ട് കൂടി അവരടുത്ത് പറഞ്ഞ് നമുക്ക് ചീറ്റിപ്പോയിട്ടുള്ളതുണ്ട്. അതെങ്ങനെ? അതെന്ന് വെച്ചാല് ഇതേപോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവര് ഭയങ്കരമായിട്ട് വയലന്റ് ആയിക്കെ വന്നതാ. എന്നിട്ട് അവര് പറഞ്ഞു ഞാൻ പോയി പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഒരു വസ്തുവിന്റെ ഇതായിരുന്നു. അപ്പോൾ അവര് പറഞ്ഞു ഇത് പ്രാങ്ക് ഷോയാണ്, അവര് നേരത്തെയൊക്കെ വന്ന് ക്യാമറ വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്ന് നമ്മളെല്ലാം കളിയാക്കുന്ന പോലെ ഇങ്ങോട്ട് റിപ്ലൈ തരാൻ തുടങ്ങി. നമ്മളെ ആ ആള് പറഞ്ഞതിന്റെ ഇതിൽ ആൾക്ക് മനസ്സിലായി പ്രാങ്ക് ഷോ ആണ്. അപ്പൊ അത് പൊളിഞ്ഞു പോയി. അങ്ങനെ പൊളിഞ്ഞു പോകുമ്പോ ഉണ്ടാവുന്ന ഒരു വേദന എന്തുമായിരിക്കും? കുറച്ച് ടൈം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ദൂരത്തോട്ട് ഇപ്പൊ വേറെ ജില്ലയിൽ പോയി എടുക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു പോകും ഇത്ര എപ്പിസോഡ് ചെയ്യണമെന്ന് ചാനലിൽ പറഞ്ഞിട്ടാ പോകുന്നത്. ചാനലിൽ പറയും ഒരു ദിവസം 2 എപ്പിസോഡ്. അപ്പോൾ അത് ഒരെണ്ണം പോകുമ്പോൾ അത് എപ്പോഴെങ്കിലും ആ ദിവസം നൈറ്റോട് കൂടിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ 3 ചെയ്യേണ്ടി വരും. കവർ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ ഇടയ്ക്കൊരു കോഴിക്കോട് പോയപ്പോൾ ഇതുപോലെ അവർക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഈ കോഴിക്കോട്
ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ. കോഴിക്കോട്ടുകാര്. ആ ആ. അപ്പൊ അവര് എന്നിട്ട് അവർക്ക് കുറെ ആയപ്പോ അത് മനസ്സിലായേ. ഓക്കെ. മനസ്സിലായപ്പോ അവരിത് കാണുന്ന ആളാണ്, അവര് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ ആയപ്പോ ഇവർക്ക് ആരോ ഈ സൈഡിൽ നിന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് നമ്മുടെ ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടേ ഇറങ്ങിപ്പോയി. അത് ഒട്ടും ഓക്കെ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ ഈ ഒരു ചോദ്യം വിനീതോട് ചോദിക്കാൻ തന്നെ കാരണം, ഒന്ന് ഈ പ്രാക്കൊക്കെ ഇവിടെ കൊണ്ട് വീട്ടു എന്നുള്ള കമന്റ്, അതോടൊപ്പം തന്നെ ഇത് സ്ക്രിപ്റ്റഡാ, ഇതാ രണ്ടുപേരും അറിഞ്ഞിട്ടുള്ളതാ, പക്ഷെ സ്ക്രിപ്റ്റഡ് അല്ല. അല്ല, ഒരിക്കലും അല്ല. ഈ വിനീത എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വദേശം എവിടാ? എന്റെ നാട് വർക്കലയാണ്. വർക്കല, ഒരു അടിപൊളി സ്ഥലം അല്ലേ? അപ്പൊ ഈ വർക്കലക്കാരി വിനീത ഈ ഷോയിലോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആളുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ഞാൻ ഓ മൈ ഗോഡിലൂടെ അല്ല ഇപ്പൊ കൂടുതൽ തിരിച്ചറിയുന്ന ഓ മൈ ഗോഡ് ആണ്, പക്ഷേ ഞാൻ സീരിയലിലൂടെയാ വന്നേ. ഓ ശരി ശരി ശരി. 2018-19 ടൈമില് ഞാൻ സീരിയലാണ് വരുന്നത്. നീലക്കുയിൽ എന്ന് പറയുന്ന സീരിയലാണ് ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത്. വന്നത് സബിത ചേച്ചിയുടെ കൂട്ടാണ്. സബിത നായർ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എന്റെ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി വഴിയാ ഞാൻ ഇതിലോട്ട് വന്നത്. ഓ എന്റെ വിചാരം ഓ മൈ ഗോഡിൽ നിന്നാണ് സീരിയലിലോട്ട് പോയത്. അല്ല അല്ല അല്ല. ഓ മൈ ഗോഡിലോട്ട് വരുന്നത് എങ്ങനെയാ? പണ്ട് മുതൽ ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു ആളായിരുന്നോ? അല്ല, ഒരിക്കലും അല്ല. എന്നെ പറ്റിക്കാനാണ് എളുപ്പം, പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാരെയും പറ്റിക്കുന്നു. ഇത് പക്ഷെ ആ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന ആളല്ല കേട്ടോ. ഇതൊരു പാവം പിടിച്ച ഒരാള്. അത് നമ്മുടെ ജോബല്ലേ, വർക്കല്ലേ. വർക്ക് നമുക്ക് പറ്റുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇന്നിപ്പോ സീരിയലുണ്ടോ? സീരിയൽ ചെയ്യുന്നുണ്ട്. സീരിയൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഏഷ്യാനെറ്റില് ഈ പുഴയും കടന്നു സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന. നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. നെഗറ്റീവ് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഭയങ്കര സ്നേഹത്തോടാണ്. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങുമ്പോ പ്രേക്ഷകരുണ്ടല്ലോ, അവര് ഇപ്പം സീരിയൽ ആർട്ടിസ്റ്റ് ആകുമ്പോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഓടി വന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. കാണുമ്പോ അറിയാലോ, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വന്ന് മെല്ലെ വന്ന് ചോദിക്കും, ഇന്ന സീരിയൽ ചെയ്യുന്നതല്ലേ, ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്താണെങ്കിലും അല്ലാതെ ഇപ്പോൾ എൻ്റെ കൂടെ രേഖ ചേച്ചി ആര് വരുമ്പോഴും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓ മൈ ഗോഡ് അങ്ങനെയല്ല. മറ്റേ റിക്വസ്റ്റ് ആണ്, എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇതിലാണെങ്കിൽ ഓടി വന്നിട്ട് ഇങ്ങോട്ട് ഓ മൈ ഗോഡിലെ ചേച്ചിയല്ലേ, അപ്പൊ ഞാൻ ഓന്ന് പറയുന്നതിൽ അവരെല്ലാം കുടുംബത്തില് ഒരാളുണ്ടാവുമല്ലോ, അതുപോലെ വന്ന ഒരു നമ്മളെപ്പോഴും കാണാം. അതെ അങ്ങനെ അവർ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലാത്ത ടൈമിലൊക്കെ ഇരിക്കും ഇവർ ഓടി വന്ന് ഈ ഹാപ്പി ആയിട്ടേ നമ്മുടെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി സംസാരം നമുക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു സന്തോഷം വരും. ഞങ്ങളൊക്കെ ഓ മൈ ഗോഡ് കണ്ടു ചിരിക്കുന്നു. വിനീത എന്ത് കണ്ടു ചിരിക്കും? ഞാൻ എന്ത് കണ്ടു ചിരിക്കുമെന്ന് വെച്ചാല് ഞാൻ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള നിലയിലെത്തിയെന്നല്ല ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് ഒരുപാട് പടികൾ ഇങ്ങനെ കയറി വരാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കുറേയൊക്കെ എനിക്ക് പറയാൻ പറ്റാത്ത അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് ആ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മരണത്തോട്ട് വരെ പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. മരിക്കത്തില്ല ഞാൻ, ഇല്ല. എത്ര ഇനി അനുഭവങ്ങൾ വന്നാലും മരിക്കത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കൊരു മോനുണ്ട്, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി എന്ത് അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ മരണം എന്ന് പറയുന്ന ഒരു സാധനം ചൂസ് ചെയ്യത്തില്ല. വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നോ? പ്രണയമല്ല, ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. എൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആയപ്പോൾ ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചതാണ്. ഒറ്റപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഒരു 2018-19 ടൈമിലാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. ഞാനൊരു ഒറ്റപ്പെട്ട ടൈം എന്ന് പറയുന്നത് 2017-18 ടൈമിലാണ്. അതുവരെ ഞാനൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വേറെ ജോബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ഫാമിലിയിൽ മോനെയൊക്കെ നോക്കി അങ്ങനെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവിടുന്ന് എനിക്ക് എൻ്റെ മോനുമായിട്ട് പുറം ലോകത്തോട്ട് വരേണ്ടി വന്നു. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ
നമുക്ക് ജീവിക്കണമല്ലോ. അതെ. നമുക്ക് ആരെയും അതുവരെ കണ്ടൊരു ലോകമായിരിക്കത്തില്ല. ആയിരിക്കത്തില്ല, ഒരിക്കലും അല്ല. അതുവരെ നമ്മൾ ഡിപ്പെൻഡബിൾ ആണ്, ഒരാളിൽ ഡിപ്പെൻഡബിൾ ആണ്. അവിടുന്ന് ആ ആളിൽ നിന്ന് നമ്മൾ ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ നമ്മൾ പിന്നെ അച്ഛൻ്റെയോ, എനിക്ക് അന്ന് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. എൻ്റെ മോന് ഒരു 4-5 മാസമായപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മ, ബ്രദറ്, സിസ്റ്റർ, ഞാൻ, അങ്ങനെയാണുള്ളത്. പിന്നെ മോന്. എപ്പോഴും ഞാൻ അന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം, നമുക്ക് വേറെ ഈ ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. ചെറിയ പ്രായത്തിലുള്ള മാരേജ്, അത് കഴിയുമ്പോൾ വേറെ പുറലോകമായിട്ടൊന്നും ബന്ധം ഇല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, അയ്യോ അച്ഛയില്ല, ഞാനപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊരു ഭാരമാവോ, എൻ്റെ ബ്രദറിനൊരു ഭാരമാവോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്നാണ് 12 വർഷത്തിന് ശേഷം ഇറങ്ങി നടന്നു. പിന്നെ ഒറ്റയ്ക്ക് മോനെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഓരോരോ ജോബ് കണ്ടെത്തി. എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ മുമ്പേ? ഞാൻ 2017 ലാസ്റ്റോടു കൂടി ഇത് സുസുക്കിയുടെ ഷോറൂമിൽ ഷോറൂം എക്സിക്യൂട്ടീവ്, ഫസ്റ്റ് എൻ്റെ ജോബ് അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് ക്യാപ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഷെയർ മാർക്കറ്റിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഏവിയേഷൻ അക്കാഡമിയിൽ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആക്സിസ് ബാങ്കിൽ കോർഡിനേറ്റർ ആയിരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സ് അഭിനയവും ഈ കലയുവാ. അല്ല, അഭിനയം ഈ 2 കാര്യം. ഒന്ന്, ഞാൻ റൈഡറാണ്, പിന്നെ അഭിനയം. ഈ 2 കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചു വന്ന സാധനമല്ല. അല്ല. കാര്യം അഭിനയം എന്ന് പറയുന്ന കാര്യം, ജോലി ചെയ്യണം, മോനെ നോക്കണം, മുന്നോട്ട് പോകണം, പൈസ വേണം, ജീവിക്കാൻ പൈസ വേണം. കാര്യം ആരിലും ഡിപ്പെൻഡബിൾ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ക്യാഷ് വേണം, ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് സബിത ചേച്ചിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ആ സീരിയലിൽ, നീലക്കുയിൽ എന്ന് പറയുന്ന സീരിയലിൽ സ്ക്രീനിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പം ഒന്ന്, ഞാൻ ഒരു സ്റ്റേജ് പ്രോഗ്രാമോ വേറെ ആക്ടിവിറ്റീസോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. എന്നെ ചേച്ചി ഇങ്ങനെ പറഞ്ഞില്ല, മോള് വാ ഫോട്ടോ അയക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചിയിട്ട് നിർബന്ധിക്കുക തന്നെ, മോള് വാ സ്ക്രീനിങ്ങിനല്ലേ വാ എന്ന് പറഞ്ഞ് ഒരു നെഗറ്റീവ് ക്യാരക്ടറിനാണ് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് അവർ സ്ക്രീനിങ്ങിന് വേണ്ടി ക്യാമറ മേക്കപ്പൊക്കെ ചെയ്ത് ക്യാമറയിൽ ഫ്രണ്ടിൽ നിന്നിട്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ എനിക്കിത്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷൂട്ടേ കാണുന്നത്. സബിത ചേച്ചിയെ കാണാൻ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഷൂട്ട് കാണുകയോ ഇത് എന്തെന്നോ ഏതെന്നോ ABCD എനിക്കറിയത്തില്ലായിരുന്നു. ഇത് ഭയങ്കര ഒരു അത്ഭുതമായി പോയിട്ട്, കാരണം ഒരു ബന്ധവും ഇല്ല, ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സ്ഥലത്ത് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ കാണുമ്പോൾ ഓരോരുത്തർ വന്ന് കാണും, സംസാരിക്കും. ഈ സാധനമൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് കാണണം, സംസാരിക്കണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അഭിനയിക്കണമെന്നൊരു ചിന്തയെ എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഈ പെൺമക്കളെ സംബന്ധിച്ച് പെൺമക്കളുടെ ഏറ്റവും വലിയ ബലമാണ് അമ്മയും അച്ഛനും. എനിക്ക് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. അപ്പോൾ പക്ഷെ ഞങ്ങളുടെ കുറച്ച് നാളെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 20-21, എൻ്റെ 21 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ മരണപ്പെട്ടു. പിന്നെ അച്ഛനുമായിട്ടെല്ലാം അമ്മയായിരുന്നു. അന്നും ഇന്നും എപ്പോഴും അമ്മ കൂടെ ഉണ്ട്. അത് ഒരു അമ്മയായിട്ടല്ല, ഒരു ഫ്രണ്ടായിട്ടാണ്. എനിക്ക് എന്തും പറയാം, ഓപ്പണായിട്ട് ഷെയർ ചെയ്യാം, എപ്പോഴും കൂടെ ഉണ്ടാവും. അതിനപ്പുറം ഒന്നും വേണ്ട. ഇപ്പൊ ഹാപ്പിയാണ്. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് വിനീതയ്ക്കും ഇത്രമേൽ വിഷമമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. വിഷമങ്ങളെല്ലാം വിഷമങ്ങള് എല്ലാ മനുഷ്യനും വിഷമങ്ങളും ഉണ്ട്, സന്തോഷങ്ങളുണ്ട്. എപ്പോഴും എല്ലാവരും ഹാപ്പിയൊന്നും ആയിരിക്കത്തില്ല. നമ്മള് പലതും ഫേസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. നമ്മളിപ്പോൾ സ്നേഹിക്കുന്നവർ പോലും നമുക്ക് തരുന്ന ചില പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര വേദനയാണ്. നമ്മൾ അത്രത്തോളം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നമുക്ക് തരുന്ന പെയിനൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത. ഇന്നത്തെ ഒരുപാട് ചെറുപ്പക്കാരോട് എനിക്കും പറയാനുള്ളതേ, എന്തെങ്കിലും പ്രണയം നഷ്ടപ്പെടുമ്പോഴത്തേന് ആത്മഹത്യ ചെയ്യുക, കൊച്ചു പിള്ളേര്. അതെ അതെ, അതൊക്കെ നോക്കുക. വിനീതയൊക്കെ എന്നേ ചെയ്യേണ്ടതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഞങ്ങളൊക്കെ എന്തുമാത്രം ഫേസ് ചെയ്ത്, ഞാനെന്നല്ല പല സ്ത്രീകളും
പല സ്ത്രീയെ മാത്രം ഞാൻ പറയാൻ പറയത്തൊന്നുമില്ല. കാര്യം പുരുഷന്മാരായാലും സ്ത്രീ ആയാലും ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് ഇരിക്കുന്നത് കാര്യം. അല്ലാതെ അപ്പം തന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി എനിക്കതൊന്ന് കയറി വരാൻ പറ്റുന്നില്ല, ഉടനെ സൂയിസൈഡിലോട്ട് പോകുന്നു, ഒന്നും നോക്കണ്ടല്ലോ, അവിടെ തീർന്നല്ലേ. പിന്നെ അതിനുശേഷം അതിൻ്റെ ബാക്കിലോട്ടുള്ള ആൾക്കാരാണ് ഇപ്പം അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെ കുറച്ച് ടൈമിൽ മാത്രമേ ആ പെയിൻ ഉണ്ടാവുള്ളൂ. അച്ഛൻ, അമ്മ, മക്കള് ഇത് എപ്പോഴും അവർക്ക് ആ ഒരു നഷ്ടം തന്നെയാണ്. അതിനെപ്പറ്റി ആരും ചിന്തിക്കാറേ ഇല്ല. ഈ ആത്മഹത്യ ചെയ്യാൻ എളുപ്പമാ, പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ തിരിച്ചു പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു പോയിന്റാണ്, ആ ഒരു നിമിഷമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ തന്നെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം കിട്ടും. അപ്പം ജീവിതത്തിൽ തകരാതെ മുന്നോട്ട് തന്നെ പോകണം കേട്ടോ. തീർച്ചയായിട്ടും. എന്നാ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ ധൈര്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന. പലരും എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ ഞാൻ അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പായി പോകത്തില്ലേ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊന്നും അല്ല ഒരിക്കലും. നമ്മൾ എന്തിനിറങ്ങിയാലും വിജയിക്കും. അത് ഞാൻ തെളിയിച്ച കാര്യമാണ്, നിങ്ങളും അത് തെളിയിക്കണം. എന്തായാലും മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടക്കട്ടോ. ഇപ്പോഴും ഞങ്ങൾ ചിരിപ്പിക്കുന്നവർ ഇനിയും ചിരിപ്പിക്കണം, ഞങ്ങൾ ആസ്വദിക്കാൻ തയ്യാറാണ്. അപ്പൊ വിനീതയെ സ്നേഹിക്കുന്നവരോട് ഒന്നേ പറയാവുള്ളൂ, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ഇനി ഇരട്ടിയായിട്ട് കൊടുക്കട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.